ഹായ്, പുതിയ സിംഗർ മെഷീൻ വാങ്ങി യൂസർ മാനുവൽ വായിക്കാൻ മടിയാണ്, അത് തയ്ക്കാൻ തുടങ്ങാൻ പോവാണ്. ബട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആണല്ലേ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ആലോചിച്ചിട്ട്. ഇഫ് ദാറ്റ്സ് എ കേസ്, ദിസ് വീഡിയോ ഇസ് ഫോർ യു. കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷീനും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. എൻ്റെ മെഷീൻ്റെ മോഡലാണ് സിംഗർ മോഡൽ 337. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ്. സ്റ്റിച്ച് ലെങ്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ 0 തൊട്ട് 4 വരെയാണ് സ്റ്റിച്ച് ലെങ്ത്സ് ഉള്ളത്. ജനറലി തയ്ക്കുന്ന സമയത്ത് ബിറ്റ്വീൻ 2 and 3 ആണ് സ്റ്റിച്ച് ലെങ്ത് യൂസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് സ്റ്റിച്ച് ലെങ്ത് 1 എടുക്കുവാണെങ്കിലാണ് ഇത്രയും അടുത്തടുത്തുള്ള സ്റ്റിച്ച് വരും. വൈൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റിച്ച് ലെങ്ത് ആയിട്ടുള്ള 4 ചെയ്തപ്പോഴാണ് ഇതേപോലെ വന്നത്. തിന്നായിട്ടുള്ള ഫാബ്രിക് അല്ലെങ്കിൽ വലിയുന്ന സ്ട്രെച്ചി ഫാബ്രിക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിച്ച് ലെങ്ത് ഏറ്റവും മിനിമം ആക്കി വെക്കാൻ നോക്കുക. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അല്ലെങ്കിൽ കുറേ ലേയേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടാണ് തയ്ക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ലോങ്ങർ സ്റ്റിച്ച് ലെങ്ത് ആണ് പ്രിഫറബിൾ. ഇതാണ് ഈ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് സ്റ്റിച്ചസ്. അതിന്റെ ഷേപ്പാണ് ഇതിൽ ഓരോന്നിലും കാണിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ തന്നെ ഇതുപോലെ 2 തരത്തിലുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഉണ്ട്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിലെ നീഡിലിന്റെ പൊസിഷൻ ആണ്. ഒരെണ്ണത്തിൽ നീഡിൽ നടുവിലൂടെ പോകും, മറ്റിതിൽ സൈഡ് ചേർന്ന് പോകും. ഓവർലോക്ക് മെഷീൻ ഒന്നും ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതിൽ ചില സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിഗ്സാക്കിൽ തന്നെ ഒരു സൈഡ് സ്ട്രെയിറ്റും മറ്റേ സൈഡിൽ സിഗ്സാക്ക് വരുന്ന രീതിയിലുള്ള യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു നല്ല ഫിനിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ബ്ലാക്ക്, ബ്ലൂ, റെഡ് ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആരെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. ഇവിടെ ശ്രദ്ധിച്ച കാണും S1 S2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ബ്ലൂ സ്റ്റിച്ചസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ നോബ് തിരിച്ച് S1 എന്നെത്തിക്കുക. ആൻഡ് ഇനി റെഡ് സ്റ്റിച്ചസ് ആക്സസ് ചെയ്യണമെങ്കിൽ S2 എത്തിക്കുക. ഇതിലുള്ള കുറച്ച് സ്റ്റിച്ചുകൾ റെഫറൻസിന് വേണ്ടി ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഈ സിഗ്സാഗ് ഡിസൈൻ വരുന്ന ഇത് ഞാൻ 2 സ്റ്റിച്ച് ലെങ്ത് ചെയ്താണ്. ഒന്ന് ഇച്ചിരി ഹയർ സ്റ്റിച്ച് ലെങ്ത്തും ഇച്ചിരി കുറഞ്ഞ ഒരു സ്റ്റിച്ച് ലെങ്ത്തിലും ചെയ്തതാണ്. ഇത് രണ്ടും ഒരേ ഡിസൈനാണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് ഈ സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട പോലെ ആക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഈ സെയിം സാധനം തന്നെയാണ്, ബട്ട് യു ക്യാൻ സീ ഇറ്റ്സ് എ ലിറ്റിൽ മോർ തിക്കർ. കാരണം ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണല്ലോ സിഗ്സാക്ക്. ഈ സിഗ്സാക്കിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഇച്ചിരി കൂടി തിക്കർ ആയിട്ടുള്ള സിഗ്സാക്ക്. സോ അതിന് വേണ്ടിയിട്ട് ബ്ലൂ സ്റ്റിച്ചും കൂടി സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാറ്റേൺ ആണ് ഇതിവിടെ വരുന്നത്. ദിസ് ഇസ് ഹിയർ. ഇതിലെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഡിസൈൻ ആണ് ദിസ് വൺ. ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട രീതിയിലാക്കി എടുക്കാം. ഇതിലെ റെഡ് വൺ ആണ് ഈ സ്റ്റിച്ച് വരുന്നത്. ആൻഡ് ദെൻ ഇത് ആണ് ഉള്ളത് ഇവിടെ. ഈ ഹാർട്ട് ബീറ്റ് പോലെ ഇരിക്കുന്നത് ഈ ബ്ലാക്കിൽ വരുന്ന സ്റ്റിച്ചാണ്. ഈ സെയിം സാധനം ഞാൻ സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടും കിട്ടി. നോർമലി നമ്മൾ തയ്ക്കുന്ന സമയത്ത് എപ്പോഴും സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഇതിൽ ചില സ്റ്റിച്ചുകൾ ചില ഫാബ്രിക് നന്നായി ചെയ്യാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ ആരെങ്കിലും ബനിയൻസോ ഈ ജേഴ്സീസോ ഒക്കെ മടക്കി അടിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം തയ്ച്ച് കഴിയുമ്പോൾ ഒരു വലിഞ്ഞു പോയ പോലെയും വളഞ്ഞും ഒക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അതിനുള്ള റീസൺ ഇതൊരു സ്ട്രെച്ചി ഫാബ്രിക് ആണ്. അപ്പോൾ ഒരു സ്ഥലം മാത്രം നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്താൽ അവിടെ ഇച്ചിരി വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ കേസിൽ ഇച്ചിരി ബ്രീതിങ് സ്പേസ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് അത്യാവശ്യം സ്ഥലം വിട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്ട്രെച്ചി ഫാബ്രിക്സ് വലിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് കാണിച്ചു തന്നേ ഉള്ളൂ, എല്ലാം കാണിക്കുന്നില്ല. സോ നിങ്ങളുടെ കയ്യിലെ മെഷീനിൽ ഈ സെയിം സ്റ്റിച്ച് ആകണമെന്നില്ല. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് മാറ്റി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് സ്റ്റിച്ചുകൾ എന്ന്. നമ്മൾ തയ്ക്കുമ്പോൾ ഒരു സമയം എത്ര നൂല് വരണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ടെൻഷനാണ്. തുണിക്ക് എത്രയാ പ്രോപ്പർ ടെൻഷൻ എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ബട്ട് ടെൻഷൻ റോങ് ആവുന്ന സമയത്താണ് ചിലപ്പോൾ നിങ്ങൾ തയ്ച്ചു കഴിയുമ്പം ലൂസായിട്ട് നൂലിങ്ങനെ ഇരിക്കില്ലേ, അതിനർത്ഥം ആവശ്യത്തിലധികം ത്രെഡ് വരുന്നുണ്ട് ഒരു സമയം. ദാറ്റ് മീൻസ് ടെൻഷൻ ഇച്ചിരിയും കൂടി കൂട്ടണം. തുണിനോട് ചേർന്ന് നൂല് ഒത്തിരി വരുവാണെങ്കിൽ ആ ടെൻഷൻ കൂടിയതായിരിക്കും അതിൻ്റെ റീസൺ. അപ്പം ടെൻഷൻ ഇച്ചിരി കുറയ്ക്കുക. സോ അങ്ങനെ നോർമലി ഒരു 4-5 ഇടയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രം അതിൽ മാറ്റം പോയാൽ മതി.
എങ്ങനെയാണ് ബട്ടൺ ഹോൾ തയ്ക്കേണ്ടത് എന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ യു ഗൈസ് ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. പ്രോബ്ലം നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും, ബട്ട് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ത്രെഡ് എങ്ങനെയാണ് ഇതിലിടേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ സ്പൂൾ ഹോൾഡറിലാണ് ത്രെഡ് പ്ലേസ് ചെയ്യേണ്ടത്. ക്യാപ്പ് വെച്ചിട്ട് ഇതിനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് ആ ഫോഴ്സ് കാരണം നൂല് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ആക്കി വെക്കാം. ഓൾറെഡി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്പർ അടക്കം ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. ഫസ്റ്റ് അത് ചെയ്തു. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്, ഇതിൽ കോർക്കുക. ആൻഡ് നൗ കം ഡൗൺ 3 എന്നുള്ളത് ഫോളോ ചെയ്ത് നേരെ താഴേക്ക് പോയി ഈ 4ൻ്റെ ഇവിടെ ഒരു കംപ്ലീറ്റ് ടേൺ, ഒരു യു ടേൺ എടുക്കുന്ന പോലെ മേലേക്ക് വരിക. ആൻഡ് ഈ 5-ലെത്തും. ഇതാണ് ത്രെഡ് ടേക്കപ്പ് ലെവർ. തയ്ക്കുന്ന സമയത്ത് മേലേക്കും താഴേക്കും പൊങ്ങുന്നത് ഇത് വെച്ചിട്ടാണ്. സോ ഇതിലൂടെ കണക്ട് ചെയ്യാം. ആൻഡ് ദെൻ കം ഡൗൺ ടു 6. ഇവിടെ ഒരു സ്മോൾ മെറ്റൽ പീസ് ഉണ്ട്, ഇതിൻ്റെ ഇടയിലൂടെ കോർത്തെടുക്കുക. നീഡിലേക്ക് സൂചി എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ ഈ പാർട്ടിൻ്റെ ഉള്ളിലൂടെ ഈ ത്രെഡ് കയറ്റുക. ആൻഡ് ദെൻ ഫൈനലി നീഡിൽ കോർക്കുക. എൻ്റെ ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ത്രെഡ് കയറ്റാൻ പറ്റും. അപ്പം അല്ലാത്തവർക്കാണെങ്കിൽ സാധാരണ കയറ്റുന്ന പോലെ കയറ്റുക, അല്ലെങ്കിൽ നീഡിൽ ത്രെഡ് കയറ്റാൻ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു എക്വിപ്മെൻറ്റ് യൂസ് ചെയ്യാം. കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ലെവർ താഴേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഇച്ചിരിയും കൂടി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നേരെ കറങ്ങി വരും. ആൻഡ് ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ആൻഡ് ദ മൊമെൻറ്റ് യു ലീവ് ഇറ്റ് ത്രെഡ് കോർത്തിട്ടുണ്ടായിരിക്കും. എനിക്ക് ഈ മെഷീനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. മറ്റൊരു കാര്യം ഇതിൻ്റെ ലൈറ്റാണ്. മേലത്തെ ത്രെഡ് കണക്ട് ചെയ്തു. മേലിൽ നിന്നും താഴെ നിന്ന് ഒരേ സമയത്ത് നൂല് വരുമ്പോഴാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴെ നമ്മൾ നോർമലി ബോബിനിലാണ് ത്രെഡ് ചുറ്റി വെക്കുന്നത്. സോ ഇതിൽ ഞാൻ എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ബോബിനെ ഈ ബോബിൻ ഹോൾഡറിലേക്ക് വെക്കുക. ഇതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പിൻ്റെ അകത്തൂടെ അതെടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സസ് വെക്കുക. ഇത് എത്ര വേണം എന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലെ ബ്ലാക്ക് സാധനം കണ്ടോ, ഇതിൻ്റെ ഈ അറ്റം വരുന്ന രീതി ഇത്രയാണ് വേണ്ടത് എന്നാണ്. പക്ഷെ അത്രയില്ലേലും കുഴപ്പമില്ല, ഏകദേശം ഒരു സേഫ് സൈഡിന് ഇത്രയും വെക്കാം. ആൻഡ് തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മേലെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ നൂല് ആദ്യം ഒന്ന് കൈ പിടിച്ചിട്ട് ഈ ഹാൻഡ് വീല് ഫ്രണ്ടിലേക്ക്, അത് ടുവേർഡ്സ് യു കറക്കുമ്പം ഈ സൂചി നകത്ത് പോയി പുറത്തു വരും. ആ സമയത്ത് ഈ ബോബിന് ഉള്ള ത്രെഡും കൂടി മേലെ എത്തിയിരിക്കണം. ആഴത്തെ ത്രെഡ് മേലെ എത്തുന്ന ശേഷം മാത്രം തയ്ക്കാൻ തുടങ്ങാം. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ചെറിയ ഹോൾഡറിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യമുള്ള, ഞാൻ നമ്മൾ ഇതിൽ ബോബിനാണ് വെക്കാറ്. ആൻഡ് ദിസ് ഗോസ് ഇൻ ഹിയർ. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രഷർ ഫുട്ട് താഴെ വെച്ചിട്ട് മാത്രം തയ്ക്കുക. അതിൻ്റെ കൺട്രോൾ ഇവിടെയാണ്. ഇത് പൊക്കുമ്പം പ്രഷർ ഫുട്ട് പൊങ്ങും, താത്തുമ്പം അത് താന്നിരിക്കുകയും ചെയ്യും. മാക്സിമം ഈ ഹാൻഡ് വീല് ബാക്കോട്ടേക്ക് തിരിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ചില കേസിൽ ത്രെഡ് സ്റ്റക്ക് ആയാൽ നമുക്കിത് പെട്ടെന്ന് തിരിക്കാനൊക്കെ തോന്നും. ഒത്തിരി തിരിച്ചാൽ കേടാവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ അതിൻ്റെ ടൈമിംഗ് ചെറിയ രീതിയിൽ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാം തുറന്ന് നന്നാക്കി എടുക്കേണ്ടി വരും. സോ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അപ്പം ഇതിൽ ത്രെഡ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലെയുള്ള ഈ ബോബിൻ വൈൻഡർ. ബോബിൻ ഇവിടെ വെക്കുക. ആൻഡ് ഇതിന് റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുക. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനത്തെ ഹോൾസ് കാണും. ഇതിലൊരു ഹോളിലൂടെ ത്രെഡ് മേലേക്ക് വെച്ചിട്ട് പിടിച്ചു വയ്ക്കാം. ആൻഡ് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുട്ട് പ്രസ് ചെയ്യുമല്ലോ, അതേപോലെ ഫുട്ട് പ്രസ് ചെയ്യുക. സോ ഇവിടെ വെച്ചുകൊണ്ട് മാത്രം പോരാ, വച്ചിട്ട് ഇത് റൈറ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യണം. അങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ ഫുട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബോബിനിലേക്ക് ത്രെഡ് കറങ്ങത്തുള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് നൂല് വേറൊരു രീതിയിലാണ് കോർക്കുന്നത്. അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്സ് ഇതിൻ്റെ മേലെ തന്നെ തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് ആ നൂല് വേണം ബോബിനിലേക്ക് എടുക്കാൻ. പരിധി വരെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് കറങ്ങാൻ പറ്റാണ്ടാവും. ദാറ്റ് മീൻസ് അത്രേ അതിൽ കറങ്ങത്തുള്ളൂ. ബിക്കോസ് ആ സൈഡിൽ ഒരു വെള്ള സാധനം കണ്ടോ, അതിൽ സ്റ്റക്കായി അത് നിൽക്കും, പിന്നെ അത് കറങ്ങത്തില്ല. അപ്പോൾ എപ്പോഴാണോ അത് സംഭവിക്കുന്നത്, നിർത്തുക, മുറിച്ചെടുക്കുക. അതിൻ്റെ പ്ലഗ് പോയിന്റ് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. ആൻഡ് ഈ സ്വിച്ചാണ് ലൈറ്റ്. ഓണും ഓഫും ചെയ്ത് വെക്കാം ഈ ലൈറ്റ്. നോർമലി കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്മോൾ കട്ടറാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി മെഷീനിൽ തന്നെയുണ്ട്. സോ നിങ്ങൾക്ക് ത്രെഡ് എടുക്കുക,
എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്, ദിസ് വൺ. സോ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഡൺ, അത്രയേ ഉള്ളൂ. ആദ്യം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും സ്റ്റിച്ച് പെട്ടെന്ന് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടി ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കില്ലേ, അതിനു വേണ്ടി യൂസ് ചെയ്യാനാണ് ഇത്. താഴേക്ക് വെച്ചിട്ട് ഫുട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ബാക്ക്വേർഡ്സ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് പോകുന്നതിന് പകരം ബാക്ക്വേർഡ് ഇത് താഴേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ട് ചവിട്ടിയാലും. ഓൾറെഡി ഒരു സ്കെയിലുണ്ട്. സോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സ്കെയിൽ നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏത് മെഷർമെന്റ് ആണോ വേണ്ടേ അതിനോട് അലൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ഈ എൻഡിൽ വരുന്നുണ്ടെന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ ചെരിഞ്ഞു പോകാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. എപ്പോഴും തയ്ക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ലൈറ്റ് ഓൺ ആക്കുക. നിങ്ങൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് ഇവിടെ വെച്ച ശേഷം പ്രസർ ഫുട്ട് താഴ്ത്തി വെക്കാൻ നോക്കുക. താഴ്ത്താണ്ട് സ്റ്റിച്ച് ചെയ്താൽ കെട്ടുപിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതിലെ ടെൻഷനും സ്റ്റിച്ച് ലെങ്ത്തും ഏത് സ്റ്റിച്ചിലാണെന്നും ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് മേലിൽ നിന്ന് വരുന്ന നൂല് ഒരല്പം എക്സ്ട്രാ വെക്കാൻ നോക്കുക. ഫൂട്ട് ഞാൻ താഴെയാണ് വെക്കുന്നത്. സോ ഫൂട്ട് അവിടെ ടേബിളിന്റെ മേലെ മെഷീനും പ്രസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഇതിൽ തയ്ക്കാൻ പറ്റിയിട്ടുള്ള എല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടു നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Until next time, bye-bye.